നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ഈ കഥ നടന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ്. കർണാടകയുടെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ തഴച്ചു വളരുന്ന വനങ്ങളുടെ ഹൃദയഭാഗത്താണ് തലൈനോവ എന്ന ഒരു കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത്. അതായത് ഇന്നത്തെ ബന്ദിപ്പൂർ ദേശീയോദ്യാനവും മുതുമലൈ കടുവ സങ്കേതവും നിലനിൽക്കുന്ന അതേ പ്രദേശത്ത് തന്നെയായിരുന്നു ആ ഗ്രാമവും അക്കാലത്തുണ്ടായിരുന്നത്. കാലം ഒരുപാട് മാറിയെങ്കിലും അന്നത്തെ കാലത്ത് ആ ഗ്രാമം നിൽക്കുന്നതിന് ചുറ്റും എത്രമാത്രം നിബിഡമായ വനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കിന്നും സങ്കല്പിക്കുവാനാകും. പ്രകൃതിയുടെ തീക്ഷ്ണമായ വന്യമായ സൗന്ദര്യവും ഭീകരതയും ഒന്നിച്ചു ചേർന്നൊഴുകുന്ന ഒരിടം തലൈനോവ. അത് ചെറിയൊരു ഗ്രാമമായിരുന്നു. വിരലിലെണ്ണാൻ കഴിയുന്ന വീടുകൾ മാത്രമുള്ള ചെറിയ വാസസ്ഥലം. നമ്മൾ പറഞ്ഞ തലൈനോവ എന്ന ഈ ഗ്രാമത്തിനു മുകളിലുള്ള മലനിരകളിലും അതിനിബിഡമായ വനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള വനത്തിലാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ഈ കഥയിലെ പുലിയും വസിച്ചത്. ആ മലകൾക്ക് മുകളിലുള്ള നിബിഡമായ വനത്തിൽ പുലി 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. അങ്ങനെ അവളും കുഞ്ഞുങ്ങളും അവിടെ സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് മഴക്കാലം അവസാനിച്ച് വേനൽക്കാലം തുടങ്ങിയത്. വേനൽക്കാലം തുടങ്ങിയതോടെ ഭക്ഷണ ലഭ്യതയും അവിടെ ഗണ്യമായി കുറഞ്ഞു. അതോടെ അവളുടെയും അവളുടെ കുഞ്ഞുങ്ങളുടെയും വിശപ്പടക്കുവാൻ വേണ്ടി മലയിറങ്ങി താഴ്വാരത്തെ വനങ്ങളിലേക്ക് മാറുവാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ അവളും കുട്ടികളും മലയുടെ അടിവാരത്തെ വനങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. അവൾ ധാരാളം പ്രാവശ്യം ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് അങ്ങനെയല്ല. അവളുടെ കൂടെ 3 കുട്ടികളുണ്ട്. അവയെ സുരക്ഷിതമായ ഒരിടത്ത് സംരക്ഷിച്ച് നിർത്തിയതിനു ശേഷം മാത്രമേ അവൾക്ക് വേട്ടയാടുവാൻ പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മലയുടെ താഴ്വാരത്തിലേക്ക് എത്തിയ അവളും കുട്ടികളും സുരക്ഷിതമായിരിക്കുവാൻ പറ്റുന്ന സ്ഥലം തേടി അലഞ്ഞു. വിശപ്പ് അവരെ 4 പേരെയും വല്ലാതെ അലട്ടി. അങ്ങനെ അവൾ എത്തിയ ആ വനത്തിൽ തൻ്റെ കുട്ടികളെ പാർപ്പിക്കുവാൻ പറ്റിയ സുരക്ഷിതമായ ഒരിടം കണ്ടെത്തി. മുളങ്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു അത്. മുളങ്കാടുകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് താനും തൻ്റെ കുട്ടികളും നടന്നു ചെല്ലുകയും അതിസുരക്ഷിതമായ ഒരിടത്ത് തൻ്റെ കുട്ടികളെ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു. മറ്റ് മൃഗങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടുമെന്ന ഉറപ്പോടുകൂടി തൻ്റെ കുട്ടികളെ ആ മുളങ്കാടുകളിൽ ഒളിപ്പിച്ച് നിർത്തി. അവിടെ തന്നെ ഇരിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയതിന് ശേഷം അവൾ ആ മുളങ്കാടുകളിൽ നിന്നും പുറത്തിറങ്ങി. അവരുടെ വിശപ്പടക്കുവാൻ പറ്റിയ ഇരയ്ക്ക് വേണ്ടി അവൾ അന്വേഷണം തുടങ്ങി. 2-3 മണിക്കൂറുകൾ ആ വനത്തിൽ അവൾ ചിലവഴിച്ചു. ഒരിരയെ പിടിക്കുകയും ആഹരിക്കുകയും ചെയ്തു. അതിനുശേഷം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കുവാൻ വേണ്ടിയുള്ള ആഹാരവുമായി അവിടേക്ക് മടങ്ങി വരുന്ന സമയം തൻ്റെ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചു വെച്ച ഭാഗത്തു നിന്നും ചില മനുഷ്യരുടെ ശബ്ദം അവൾ കേട്ടു. ഇപ്പോൾ അവളും ആ മുളങ്കാടും തമ്മിലുള്ള ദൂരം 3 മീറ്റർ മാത്രം അപ്പുറമാണ്. അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ചിന്തയായിരുന്നു അവളെ അപ്പോൾ വല്ലാതെ അലട്ടിയിരുന്നത്. അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുവാൻ തുടങ്ങി. അങ്ങനെ അവൾ ആവും വേഗത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചു വെച്ച ആ മുളങ്കാട് ലക്ഷ്യമാക്കി പാഞ്ഞു. ഓരോ ചുവട് മുന്നിലോട്ട് വയ്ക്കുമ്പോഴും അവളുടെ ഹൃദയമിടിപ്പും അതുപോലെ കൂടുന്നുണ്ടായിരുന്നു. അവളും ആ മുളങ്കാടും തമ്മിലുള്ള ദൂരം വെറും 20 മീറ്റർ ആയപ്പോൾ അവളെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുവാൻ അവൾ ഇടയായി. അവൾ പിന്നീട് മുന്നേക്ക് പോയില്ല. അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിൻ്റെ മറവിലേക്ക് അവൾ ഒളിച്ചിരുന്നു. ആ കുറ്റിക്കാടിൻ്റെ നിഴലുകൾ അവളുടെ ശരീരത്തെ പൂർണ്ണമായും മറച്ചു വെച്ചു. ആ കുറ്റിക്കാടിൽ ഇരുന്നു കൊണ്ട് അവൾ അവിടെ കണ്ട കാഴ്ച ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഭീകരതകൾ നിറഞ്ഞ ഒന്നായിരുന്നു. ആ കാഴ്ചകൾ അവളെ വേദനയുടെയും ക്രൂരതയുടെയും ആഴങ്ങളിലേക്ക് തള്ളിവിട്ടു. അവിടേക്ക് മരം വെട്ടാനോ മുള വെട്ടാനോ എത്തിയ സംഘമായിരിക്കാം. ആ സംഘത്തിൽ 7-8 പേരുണ്ടായിരുന്നു. അവർ ആ പാന്തറിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടെത്തി. മുളങ്കാടുകളിൽ നിന്നും കരച്ചിൽ കേട്ടുകൊണ്ടായിരിക്കണം അവർ അവിടേക്ക് എത്തിയത്. അവരുടെ തിരച്ചിലിൽ ആ മുളങ്കാടിൽ മറഞ്ഞിരുന്ന 3 കുട്ടികളെയും അവർ കണ്ടെത്തിയ ഉടനെ തന്നെ ജീവിക്കുവാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ ഉണ്ടായിരുന്ന വലിയ മുളകൾ വെട്ടി അതിനെ അടിച്ചു. അതിൻ്റെ ജീവൻ പോകുന്നതിന് മുന്നേ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ മഴുകൊണ്ട് ഓരോന്നിൻ്റെയും ശരീരം അവർ വെട്ടിയരിഞ്ഞു. ആ പുലിക്ക് ആ കാഴ്ച ആ കുറ്റിക്കാടിൻ്റെ മറവിൽ നിന്ന് കണ്ടു നിൽക്കുവാൻ മാത്രമേ ആ നിമിഷം കഴിയുമായിരുന്നുള്ളൂ. നിസ്സഹായത, ഒരു അമ്മയുടെ നിസ്സഹായത.
ദുഃഖവും രോക്ഷവും ഒരു അഗ്നിപർവ്വതം പോലെ അവൾക്കുള്ളിൽ ആളിക്കത്തി. അവളുടെ കുഞ്ഞുങ്ങളെ അവർ കഷ്ണങ്ങളാക്കി മുറിച്ച് ഓരോ ശരീരഭാഗവും വായുവിൽ വലിച്ചെറിയുന്നത് അവൾ കണ്ടു. അവരുടെ അട്ടഹാസങ്ങളും പൊട്ടിച്ചിരികളും ആഹ്ലാദങ്ങളും അവൾ അവരിൽ കണ്ടു. പിന്നെ ഒട്ടും ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ അവൾ നിന്നില്ല. സാധാരണയായി പുള്ളിപ്പുലികൾ മനുഷ്യനെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അവർ മനുഷ്യരുമായി ഏറ്റുമുട്ടാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു പരിധിവരെ അവർ മനുഷ്യരെ ഭയപ്പെടാറുമുണ്ട്. എന്നാൽ ആ കാഴ്ചകൾ അവളുടെ മനസ്സിനെ മരവിപ്പിച്ചിരിക്കണം. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അവൾ ആദ്യത്തെ മരംവെട്ടുകാരൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഒരു മിന്നൽ പിണർപ്പ് പോലെ അവൾ അവൻ്റെ നെഞ്ചും കൂടിന് മേലേക്ക് വന്നു പതിച്ചു. അവളുടെ നഖങ്ങൾ അവൻ്റെ മാംസം ചീന്തിയെടുത്തു. അവൻ്റെ നെഞ്ചിലെ എല്ലാ മാംസവും പറിച്ചെടുത്ത് അവൾ ഒരു വശത്തേക്ക് വലിച്ചെറിഞ്ഞു. അടുത്ത നിമിഷം അവളുടെ മൂർച്ചയേറിയ നഖങ്ങൾ പോയത് അവൻ്റെ മുഖത്തേക്കായിരുന്നു, അവൻ്റെ കണ്ണുകളിലേക്കായിരുന്നു. നഖങ്ങൾ അവൻ്റെ കണ്ണുകളിലേക്ക് ആഴത്തിലിറങ്ങി. അതവനെ അന്ധനാക്കി. ഈ രക്തം മരവിക്കുന്ന ഭീകരമായ ആക്രമണം കണ്ടതോടെ മറ്റു മരംവെട്ടുകാർ അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ചിതറിയോടി. അവർ ജീവനും കൊണ്ട് ഓട്ടത്തിലായിരുന്നു. രണ്ടാമത്തെ മരംവെട്ടുകാരൻ്റെ മേലേക്കും ഉദിച്ചു ചാടി. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ ആ മരംവെട്ടുകാരനെയും അവൾ അവസാനിപ്പിച്ചു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ തങ്ങളുടെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും തിരിഞ്ഞു നോക്കാതെ ആവും വേഗത്തിൽ തലൈനോവ എന്ന അവരുടെ ഗ്രാമത്തിലേക്ക് ഓടിയെത്തി. ഉച്ചത്തിലുള്ള അലർച്ചയും നിലവിളിയും കേട്ടുകൊണ്ട് ഗ്രാമത്തിലെ ആളുകൾ അപ്പോഴേക്കും പുറത്തേക്ക് വന്നിരുന്നു. അവിടേക്കെത്തിയ ഗ്രാമവാസികളോട് അവർ നടന്ന സംഭവം പറഞ്ഞു. എന്നാൽ ഒരു കാര്യം മാത്രം അവർ ഒളിപ്പിച്ചു വെച്ചു. തങ്ങൾ ചെയ്ത ക്രൂരതകൾ അവരത് വ്യക്തമായി കൃത്യമായി മറച്ചു വെച്ചു. ഗ്രാമത്തിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ അമ്മയായ ആ പുലി തൻ്റെ വികൃതമാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് എത്തുകയും അവയുടെ ശരീരം വായിൽ കടിച്ചെടുത്തുകൊണ്ട് ഒരു വശത്തേക്ക് കൂട്ടിയിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ മുൻകാലുകൾ ഉപയോഗിച്ച് മണ്ണിൽ ഒരു ചെറിയ കുഴി തുറന്ന് ആ ശരീരങ്ങൾ മണ്ണുകൊണ്ട് മൂടിവെച്ചു. ഒരമ്മയുടെ സ്നേഹം എത്രമാത്രം തീവ്രമായിരുന്നുവെന്ന് ഈ നിമിഷം തെളിയിക്കുന്ന ഒന്നാണ്. തൊട്ടടുത്ത ദിവസം തന്നെ വനത്തിൽ സംഭവിച്ച എന്താണെന്നുള്ള വിവരം അവിടുത്തെ ഗ്രാമവാസികൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ മരംവെട്ടുകാർ തങ്ങളുടെ തെറ്റ് സമ്മതിച്ചില്ല. തങ്ങൾക്ക് സംഭവിച്ചത് മാത്രം അവർ വീണ്ടും വീണ്ടും വിവരിച്ചു. ഗ്രാമത്തിലെ ആളുകൾ കൊല്ലപ്പെട്ടതോടെ അവിടുത്തെ ആളുകൾക്കും പ്രതികാരദാഹമായിരുന്നു. സംഭവം നടന്ന സ്ഥലത്തേക്ക് മൂർച്ചയേറിയ വാക്കത്തികളും കോടാലികളും കമ്പുകളും തൂക്കുകളും വെടിമരുന്നുകളുമായി അവർ പോയി. കൊല്ലപ്പെട്ടവരുടെ ശരീരം അവിടെ കണ്ടെത്തുകയും അതെടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. കഥ ഇനിയാണ് തുടങ്ങുന്നത്. തൻ്റെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ മനുഷ്യരോടുള്ള പ്രതികാരത്തിൻ്റെ അടങ്ങാത്ത പകയുടെ കഥ. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ഈ കഥ കെന്നത്ത് ആൻഡേഴ്സിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകനായ ഡൊണാൾഡിൻ്റെയും കഥയാണ്. അതിസാഹസികമായി പുലിയെ വേട്ടയാടി കൊന്നതിൻ്റെ കഥ. തലൈനോവ എന്ന ഗ്രാമത്തിലെ പുലിയുടെ കഥ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഈ പ്രദേശത്തിൻ്റെ അരികിലൂടെ ആയിരുന്നു കാവേരി നദി ഒഴുകിയിരുന്നത്. കാവേരി നദിയുടെ തീരത്ത് നിയമവിരുദ്ധമായ പല പ്രവർത്തനങ്ങളും ധാരാളമായി നടക്കുന്നുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ആളുകൾ നിയമവിരുദ്ധമായി മീൻ പിടിക്കുന്നു, മൃഗങ്ങളെ കെണിയിലാക്കി പിടിക്കുകയും അവയുടെ മാംസം വെട്ടിവിൽക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ നിരവധി നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ. മീൻപിടുത്തം എങ്ങനെ നിയമവിരുദ്ധമായ പ്രവർത്തനമാകുമെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? എന്നാൽ നിങ്ങൾ കരുതുന്നത് പോലെ വല വീശിയോ ചൂണ്ടയിട്ടോ ആയിരുന്നില്ല അവിടുത്തെ ആളുകൾ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. ബോട്ടിലും മറ്റും അവർ കാവേരി നദിയിലൂടെ പോകുകയും വെടിമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ നിയമവിരുദ്ധമല്ലേ? തോട്ട പൊട്ടിച്ച് മീൻപിടുത്തമെല്ലാം അതുപോലെ തന്നെയുള്ളൊരു സംഭവമാണിതും. അങ്ങനെ പൊട്ടുമ്പോൾ 1/2 ഇഞ്ച് വലിപ്പമോ അല്ലെങ്കിൽ അതിൽ കുറവോ വലിപ്പമുള്ള മീൻ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപൊങ്ങുകയും വലിയ മീനുകളെല്ലാം ചിതറിപ്പോകുകയും ചെയ്യുന്നു. അങ്ങനെ ചിതറിപ്പോകുന്ന മീനുകളെയെല്ലാം അവർ വലയിലാക്കി പിടിക്കുന്നു. അത് തന്നെയാണ് ഇങ്ങനെയുള്ള സംഘങ്ങളുടെ ലക്ഷ്യവും. അങ്ങനെ ഒരു ദിവസം ഗ്രാമത്തിൽ നിന്നും ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി
ഗ്രാമത്തിലെ ഒരു വൃദ്ധനും അയാളുടെ 18 വയസ്സുള്ള മകനും കാട്ടിലേക്ക് പോയി. നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു ആ രാത്രിയിൽ അവർ വനത്തിനുള്ളിലേക്ക് പോയത്. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് ഇങ്ങനെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവിടുത്തെ ആളുകൾ തിരഞ്ഞെടുത്തിരുന്നത്. വനത്തിൻ്റെ ഉള്ളിൽ മരം വെട്ടുവാൻ വേണ്ടിയായിരുന്നു അവർ പോയത്, ചന്ദനമരം മോഷ്ടിക്കുവാൻ വേണ്ടി. അങ്ങനെ ആ വൃദ്ധനും അദ്ദേഹത്തിൻ്റെ മകനും ആ മരം മുറിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് മരം മുറിക്കുന്ന ശബ്ദം ആദിയുടെ കാതുകളിലും എത്തിയത്. അവൾ പതിയെ പതിയെ ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി. അവൾ കണ്ടു 2 മനുഷ്യർ ചേർന്ന് മരം മുറിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ കണ്ണുകൾ പോയത് അവർക്ക് നേരെ തന്നെയായിരുന്നു. അവരുടെ മുഖത്തേക്കായിരുന്നു. മനുഷ്യർ, തൻ്റെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ നികൃഷ്ട വർഗങ്ങൾ. അവൾക്കുള്ളിൽ കലിയും പകയും വീണ്ടും ആളിക്കത്തി. കാരണം അവളെ 3 കുഞ്ഞുങ്ങളെ നികൃഷ്ടമായി വെട്ടിക്കൊന്ന ആ കൂട്ടത്തിൽ ഇവരെ 2 പേരെയും ആ കരിമ്പുലി കണ്ടിരുന്നു, വ്യക്തമായി തന്നെ. പിന്നെ അധികം ആലോചിച്ച് നിന്നില്ല അവൾ ഉച്ചത്തിൽ മുരണ്ടുകൊണ്ട് ആ വൃദ്ധന് നേരെ മിന്നൽ പിണർപ്പ് പോലെ ചാടിയെടുത്തു. ഒറ്റ കുതിപ്പിന് ആ വൃദ്ധൻ്റെ നെഞ്ചിലേക്കായിരുന്നു അവൾ വീണത്. അവളുടെ മുൻകാലിലെ കൂർത്ത നഖങ്ങൾ അയാളുടെ തോളിലേക്കും നെഞ്ചിലേക്കും ആഴത്തിലിറങ്ങി. അതുപോലെ തന്നെ അവളുടെ കൂർത്ത പല്ലുകൾ അയാളുടെ കഴുത്തിലേക്കും. ഉച്ചത്തിലൊന്നും നിലവിളിക്കുവാൻ പോലുമുള്ള സമയം ആ കിളി ആ വൃദ്ധന് നൽകിയില്ല. നിമിഷ നേരം കൊണ്ട് അവിടെ അരങ്ങേറിയ ആക്രമണം കണ്ട് ആ 18 വയസ്സുകാരൻ പതറി. അവൻ്റെ കൈവശമുണ്ടായിരുന്ന കോടാലി നിലത്തിട്ട് അവൻ ഗ്രാമം ലക്ഷ്യമാക്കി ഓടി. അവനെ കൊണ്ടാകുന്ന വേഗം കൈവരിച്ചുകൊണ്ട് ആ വനത്തിലൂടെ അവൻ പാഞ്ഞോടിയത്. പിന്നീട് ഒരിക്കലും അവൻ്റെ അച്ഛൻ്റെ ശബ്ദം അവൻ കേട്ടില്ല. ആ മഞ്ഞക്കണ്ണുകളും അവനെ പിന്തുടർന്നു വന്നില്ല. അവൻ എങ്ങനെയൊക്കെയോ ഗ്രാമത്തിലെത്തിച്ചേർന്നു. അവൻ ഉച്ചത്തിൽ അലറി. അവൻ്റെ അമ്മ അവൻ്റെ വീട്ടിൽ നിന്നും എണ്ണീറ്റ് പുറത്തേക്ക് വന്നു, കാര്യം തിരക്കി. ആ വനത്തിനുള്ളിൽ നടന്ന സംഭവം എന്താണെന്ന് അവനവിടെ വ്യക്തമാക്കി. അപ്പോഴേക്കും ഗ്രാമവും ഉണർന്ന് ഗ്രാമത്തിലെ ആളുകളും അവിടേക്കെത്തി. അവർക്ക് മുന്നിൽ അവന് പറയേണ്ടതായി വന്നു. അവനും അവൻ്റെ അച്ഛനും വനത്തിലേക്ക് മോഷ്ടിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു കിളി അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന്. അതെ, ചന്ദനം മോഷ്ടിക്കുവാൻ വേണ്ടി. ഇന്നത്തെ കാലത്തെ ചന്ദനത്തിൻ്റെ വില നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അന്നത്തെ കാലത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. അന്നും നല്ല വിലപിടിപ്പുള്ള ഒരു മരം തന്നെ ആയിരുന്നു ചന്ദനം. അവർ അത് വെട്ടി അങ്ങാടിയിൽ കൊണ്ട് വിറ്റ് പണം മേടിക്കുമായിരുന്നു. അങ്ങനെ അവർ മാത്രമല്ല, ആ ഗ്രാമത്തിലെ പലരും ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. ഭയം അവിടുത്തെ ഗ്രാമത്തെയും ഗ്രാമീണരെയും പിടിമുറുക്കി. വനത്തിലേക്ക് പോകുവാൻ തന്നെ അവർ ഭയന്നിരുന്നു. എന്നാൽ അവരുടെ സ്മഗ്ലിംഗ് നിർത്തുവാൻ അവർ തയ്യാറായിരുന്നില്ല. കാരണം അവിടുത്തെ ആളുകളുടെ ശീലമായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ സംഭവം നടന്ന് ഏകദേശം 10-12 ദിവസങ്ങൾക്കപ്പുറം ഒരു സംഘം ആളുകൾ വീണ്ടും ചന്ദനമരം മുറിക്കുവാൻ വേണ്ടി രാത്രി നിലാവിൻ്റെ വെളിച്ചത്തിൽ ആ വനത്തിനുള്ളിലേക്ക് പോയി. നിലാവിൻ്റെ വെളിച്ചത്തിൽ അവർ ചന്ദനമരങ്ങൾ കണ്ടെത്തുകയും പതുക്കെ അത് വെട്ടിമുറിക്കുവാനും തുടങ്ങി. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആ മരം വെട്ടുന്ന ശബ്ദം വനത്തിലെങ്ങും പ്രകമ്പനം സൃഷ്ടിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആ ശബ്ദം ആ പാന്തറിൻ്റെ ചെവിയിലേക്കും എത്തി. അവളുടെ കാതുകളിലേക്ക് ആ ശബ്ദം വന്ന് പതിച്ചപ്പോൾ വീണ്ടും അവളുടെ ചിന്തകളെ ഉണർത്തിയിരിക്കണം. കാരണം അവളുടെ 3 കുട്ടികളെയും കൊല്ലുവാൻ ഉപയോഗിച്ചത് ഇതേ ആയുധങ്ങൾ തന്നെ ആയിരുന്നുവല്ലോ. അതേ ശബ്ദം തന്നെയായിരുന്നു ആ സമയവും അവൾ കേട്ടത്. അങ്ങനെ അവൾ പതിയെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു നീങ്ങി. അങ്ങ് ദൂരെ നിന്നും അവൾ കണ്ടു, ശബ്ദം കേട്ടു. ആളുകൾ മരം മുറിക്കുന്നതിൻ്റെ ശബ്ദം, തൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വേണ്ടി ഉപയോഗിച്ച ആയുധങ്ങൾ. ഇതെല്ലാം അവളുടെ മനസ്സിൽ വീണ്ടും ദുഃഖവും പ്രതികാരവും ഉണർത്തി കാണണം. അവൾ പതിയെ അവരുടെ അരികിലേക്ക് നീങ്ങുകയും അവർക്കിടയിലേക്ക് ചാർജ് ചെയ്യുകയും അവരിൽ ഒരാളുടെ നേരെ ചാടി വീഴുകയും ചെയ്തു. ഇത്തവണ അവൾ ചാടി വീണത് ഒരു മരം വെട്ടുകാരൻ്റെ പിന്നിലൂടെയായിരുന്നു. പിന്നിലൂടെ അയാളുടെ പുറകിലേക്ക് ചാടി വീഴുകയും അവളുടെ കൂർത്ത കോമ്പലുകൾ ഉപയോഗിച്ച് അവൻ്റെ കഴുത്ത് കടിച്ചൊടിക്കുകയും ചെയ്തു. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ അടുത്ത മരം വെട്ടുകാരനെയും അവൾ വീഴ്ത്തി. അപ്പോഴേക്കും ബാക്കിയുള്ളവർ എവിടേക്കെന്നില്ലാതെ ചിതറി ഓടിക്കഴിഞ്ഞിരുന്നു. ആ പ്രദേശം ഉൾപ്പെടുന്ന ഗ്രാമങ്ങളിലെല്ലാം ഭയം സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. ആ പ്രദേശം മുഴുവൻ ഇപ്പോൾ ഭീതിയിലാണ്. അതിൻ്റെ കൂടെ ആ കഥയും അവർ അറിഞ്ഞിരിക്കുന്നു. വനത്തിൽ വെച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ മരം വെട്ടുകാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കഥ. തൻ്റെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ മനുഷ്യരോടുള്ള പ്രതികാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേട്ട നടത്തുന്ന പ്രതികാരദാഹിയാണ് അവളെന്നും
ഗ്രാമത്തിലെ എല്ലാവരും വിശ്വസിച്ച് കഴിഞ്ഞിരുന്നു. ഈ സംഭവങ്ങളെല്ലാം അവിടെ നടക്കുന്ന കാലഘട്ടത്തിലാണ് ആൻഡേഴ്സണും സംഘവും കാവേരി നദിയുടെ തീരത്തേക്ക് ക്യാമ്പ് ചെയ്യുവാൻ പോകാൻ തീരുമാനമെടുത്തത്. എന്നാൽ അവർക്ക് അവിടേക്ക് എത്തുവാൻ വേണ്ടി അനുയോജ്യമായ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആൻഡേഴ്സൻ്റെ വാഹനം ഏതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത് സ്റ്റുഡ്ബേക്കർ കാർ ആയിരുന്നു. അത് വനത്തിലൂടെ ഓടിക്കുവാൻ പറ്റിയ ഒരു കാർ ആയിരുന്നില്ല. അതുപോലെ തന്നെ ആൻഡേഴ്സൻ്റെ സുഹൃത്തുക്കളുടെ കൈവശവും ഉണ്ടായിരുന്ന കാറുകൾക്ക് മതിയായ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നില്ല. കുത്തനെയുള്ള കയറ്റവും ഉരുണ്ടു നിൽക്കുന്ന പാറക്കെട്ടുകളും വെള്ളം നിറഞ്ഞ കുഴികളും നിറഞ്ഞ പ്രദേശത്തു കൂടി കയറിപ്പോകുവാൻ പറ്റിയ കാറുകളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടത് ഒരു ജീപ്പായിരുന്നു. കെന്നത്ത് ആൻഡേഴ്സൻ്റെ മകനായ ഡൊണാൾഡ് തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഡൊണാൾഡിൻ്റെ സുഹൃത്തിൻ്റെ കൈവശം ഒരു ജീപ്പുണ്ട്, അവനെയും കൂടി ക്യാമ്പിങ്ങിന് കൊണ്ടുപോകുകയാണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഡൊണാൾഡ് തൻ്റെ സുഹൃത്തിനെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിൻ്റെ കൈവശം ജീപ്പ് കണ്ടുകൊണ്ട് കെന്നത്ത് പറഞ്ഞു, നമ്മുടെ ഈ യാത്രയ്ക്ക് ഇത് അനുയോജ്യമാണ്. അങ്ങനെ ആൻഡേഴ്സണും ഡൊണാൾഡിൻ്റെ സുഹൃത്തും കൂടി ചേർന്ന് ആ ജീപ്പിൽ കാവേരി നദിയുടെ തീരത്തേക്ക് യാത്ര ചെയ്തു. ആൻഡേഴ്സൻ്റെ കയ്യിലുണ്ടായിരുന്നത് 405 റൈഫിലും, അത് ഏതാണെന്ന് പറയണ്ടല്ലോ, വിൻചെസ്റ്റർ. പിന്നെ ഉണ്ടായിരുന്നത് 12 ബോറിൻ്റെ ഒരു ഷോട്ട് ഗൺ ആയിരുന്നു. മകൻ്റെ കയ്യിലും അതുപോലെ തന്നെ ഒരു റൈഫിലും 12 ബോറിൻ്റെ ഷോട്ട് ഗണ്ണും ഉണ്ടായിരുന്നു. 3 പേരും 4 തോക്കുകളുമായി കാവേരി നദിയുടെ തീരം ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. കാവേരി നദിയുടെ തീരത്ത് രാത്രിയിൽ അവർക്ക് ക്യാമ്പ് ചെയ്യണം, നദിയിൽ നിന്നും മീനെ പിടിക്കണം, ഗ്രില്ല് ചെയ്യണം. ഇതെല്ലാമായിരുന്നു അവരുടെ പദ്ധതികൾ. അങ്ങനെ ഉച്ച കഴിഞ്ഞതോടെ കാവേരി നദിയുടെ തീരത്തേക്ക് അവർ എത്തിച്ചേർന്നു. ടെൻറ്റ് കെട്ടാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തുകയും അവരവിടെ ടെൻ്റ് അടിക്കുകയും ചെയ്തു. അതിനുശേഷം കാവേരി നദിയുടെ തീരത്തേക്ക് അവർ പോയി മീൻ പിടിക്കുന്നതിൽ അവർ മുഴുകി. സന്ധ്യ ആയപ്പോഴേക്കും അവർ മീൻപിടുത്തമെല്ലാം അവസാനിപ്പിച്ച് തിരികെ അവർ ടെൻറ്റിലേക്ക് വന്നു. ടെൻറ്റിൻ്റെ മുന്നിൽ 2 താൽക്കാലിക ചെയറിട്ട് അവർ അതിന്മേലിരുന്നു. അതിനുശേഷം ഒരു ചെറിയ തീ കൂട്ടി. അവർ പിടിച്ചുകൊണ്ടുവന്ന മീനെയെല്ലാം ചുട്ട് അവർ പതിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് ആൻഡേഴ്സൺ തൻ്റെ പൈപ്പെടുത്ത് വലിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. രാത്രിയായപ്പോൾ അവരവരുടെ ടെൻറ്റിലേക്ക് അവർ മടങ്ങി ഉറങ്ങുവാൻ വേണ്ടി. അങ്ങനെ പുലർച്ചെ 3 മണിയായി കാണും. ആൻഡേഴ്സൺ യാദൃശ്ചികമായി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. മുന്നേയുള്ള ആൻഡേഴ്സൻ്റെ പല കഥകളിലും അതുപോലെ പല വേട്ടക്കാരുടെ അനുഭവങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സിക്സ്ത് സെൻസിനെ പറ്റി. ആൻഡേഴ്സണിന് അത് വലിയ ശക്തിയായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഈ കഥയിലും പറയുന്നത്. ക്യാമ്പിൽ കടന്നിരുന്ന അദ്ദേഹം ഉണരുകയും തൻ്റെ വിൻചെസ്റ്റർ 405 റൈഫിൽ കയ്യിലെടുക്കുകയും ചെയ്തു. അതിനുശേഷം പതിയെ ടെൻറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി. വനത്തിൽ നിന്നും അല്പം മാറി കാവേരി നദിയുടെ തീരത്താണ് അവർ ക്യാമ്പ് ചെയ്യുന്നത്. അദ്ദേഹം പുറത്തിറങ്ങി ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. അസാധാരണമായി ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടില്ല. ആൻഡേഴ്സൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അദ്ദേഹം തൻ്റെ തിരച്ചിൽ അവസാനിപ്പിച്ച് ക്യാമ്പിലേക്ക് കയറുവാൻ തുടങ്ങിയപ്പോൾ വൂഫ് 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 എന്ന ഒരു മുരടൽ, ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. അത് കേട്ടപ്പോൾ തന്നെ ആൻഡേഴ്സണിന് മനസ്സിലായി അതെന്തെങ്കിലും ഒരു പുള്ളിപ്പുലി ആയിരിക്കും. പുള്ളിപ്പുലിയാണ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. അത് വലിയ അപകടകാരികളൊന്നുമല്ല. കുറച്ച് സമയം അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കിയിട്ട് തിരികെ വനത്തിലേക്ക് അങ്ങ് പൊക്കോളും എന്ന ആ ചിന്തയിലായിരുന്നു ആൻഡേഴ്സൺ. അദ്ദേഹത്തിന് ഉറക്കം വല്ലാതെ പിടിച്ചതോടെ വീണ്ടും അദ്ദേഹം ക്യാമ്പിലേക്ക് പ്രവേശിച്ചു. ക്യാമ്പിലേക്ക് പ്രവേശിച്ചിട്ടും അതിൻ്റെ ശബ്ദം അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നത്തെ രാത്രിയിലത്തെ തൻ്റെ ഉറക്കം ആ പുള്ളിപ്പുലി നശിപ്പിക്കുമെന്ന് പോലും ആൻഡേഴ്സണിന് തോന്നിപ്പോയി. നാശം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ക്യാമ്പിൻ്റെ പുറത്തേക്ക് തൻ്റെ റൈഫിലുമായി ഇറങ്ങി. ആ പുള്ളിപ്പുലി എവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ചുറ്റുപാടും സൂക്ഷ്മമായി നോക്കി. നിലത്ത് കത്തിച്ചു വെച്ചിരുന്ന ആ തീ അപ്പോഴേക്കും അണഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആൻഡേഴ്സൺ സൂക്ഷ്മമായി ചുറ്റും നിരീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഉറക്കം അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. ഡൊണാൾഡിൻ്റെ സുഹൃത്ത് കടന്നുറങ്ങിയ ആ ക്യാമ്പിൻ്റെ സമീപത്ത് ഒരനക്കം ആൻഡേഴ്സൻ്റെ കണ്ണിൽ പെട്ടു. ആൻഡേഴ്സൺ സൂക്ഷ്മമായി അവിടേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഒരനക്കം കണ്ടു. ഒരു മൃഗത്തിൻ്റെ നിഴൽ പോലെ കണ്ടു. തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന ടോർച്ച് ആ ടെൻറ്റിൻ്റെ ഭാഗത്തേക്ക് പ്രകാശിപ്പിച്ചു. ശരിക്കും ഞെട്ടിപ്പോയി. ടോർച്ചിൻ്റെ പ്രകാശത്തിൽ വ്യക്തമായി തന്നെ കണ്ടു ഒരു പാന്തറായിരുന്നു. അതിപ്പോൾ തൻ്റെ മകൻ്റെ കൂട്ടുകാരനെ പിടിക്കുവാൻ വേണ്ടി തുനിയുകയാണ്. അവന് നേരെ കുതിച്ച് ചാടുവാൻ വേണ്ടി അവൻ ഒരുങ്ങുകയാണ്. പിന്നെ ഒട്ടും താമസിച്ചില്ല. തൻ്റെ റൈഫിലെടുത്ത് തോളിലേക്ക് വെക്കുകയും അതിനു നേരെ ലക്ഷ്യം വെക്കുകയും ചെയ്തു. അപ്പോൾ തന്നെയാണ് തൻ്റെ മകൻ്റെ സുഹൃത്ത് എഴുന്നേറ്റതും അവൻ്റെ കാൽക്കീഴിൽ വെച്ചിരുന്ന വെള്ളം തട്ടി മറിഞ്ഞതും. എല്ലാം സെക്കൻഡുകൾ വ്യത്യാസത്തിലായിരുന്നു. അത്രയും ശബ്ദവും കോലാഹലവും അവിടെ ഉണ്ടായതോടെ
അവനെ പിടിക്കുവാൻ വേണ്ടി നിന്നിരുന്ന പാന്തർ അടുത്തുണ്ടായിരുന്ന കുറ്റിക്കാട്ടിലേക്ക് മറഞ്ഞു. പിന്നെ ഒട്ടും താമസിച്ചില്ല, ആൻഡേഴ്സൺ തൻ്റെ കുട്ടികളെ വിളിച്ചുണർത്തി. സംഭവം എന്താണെന്ന് അറിയുവാൻ വേണ്ടി അവർ ഉറക്കച്ചടവിൽ അവിടേക്ക് എഴുന്നേറ്റ് വന്നു. എന്താണെന്ന് തിരക്കി. നടന്ന സംഭവവും കണ്ട സംഭവവും ആൻഡേഴ്സൺ അവരോട് പറഞ്ഞു. എന്നാൽ അതവർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അച്ഛന് ചിലപ്പം തോന്നിയതായിരിക്കും, വല്ല സ്വപ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയതൊക്കെ ആയിരിക്കും, അങ്ങനെയൊന്നും ഉണ്ടായി കാണില്ല, ഡൊണാൾഡ് പറഞ്ഞു. എന്നാൽ ആൻഡേഴ്സണിന് തൻ്റെ കണ്ണുകളെ വിശ്വാസമായിരുന്നു. അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു, ഇല്ല, എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ കണ്ടത് പുലിയെ തന്നെയാണ്. അവൻ ഇവനെ പിടിക്കുവാൻ വേണ്ടി തുനിയുകയായിരുന്നു. അവൻ ആ കാട്ടിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളെന്തായാലും പോയി കിടക്ക്, അവരോട് പറഞ്ഞു. എന്നാൽ ഒന്ന് കരുതിയിരിക്കണം. ആൻഡേഴ്സണിന് അന്ന് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആൻഡേഴ്സൺ തൻ്റെ ടെൻറ്റിനുള്ളിലേക്ക് പോകുകയും തൻ്റെ കട്ടിൽ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം ഒരു കോഫിയെല്ലാം കുടിച്ചുകൊണ്ട് തൻ്റെ റൈഫിലുമായി അവന് വേണ്ടി കാത്തിരുന്നു. ആൻഡേഴ്സണിന് വിശ്വാസമുണ്ടായിരുന്നു ആ പുലി വീണ്ടും മടങ്ങിയെത്തുമെന്ന്. എന്നാൽ നേരം പുലർന്നു കഴിഞ്ഞിട്ടും ആൻഡേഴ്സൺ ആ പുലിയെ കണ്ടില്ല. ഡൊണാൾഡും അതുപോലെ ഡൊണാൾഡിൻ്റെ സുഹൃത്തുമെല്ലാം എഴുന്നേറ്റ് അവർ പ്രഭാത ഭക്ഷണങ്ങളും പ്രഭാത കൃത്യങ്ങളുമെല്ലാം ചെയ്തതിനു ശേഷം വീണ്ടും അവർ മീൻപിടുത്തത്തിന് വേണ്ടി കാവേരി നദിയുടെ തീരത്തേക്ക് പോയി. അങ്ങനെ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കാവേരി നദിയിൽ നിന്നും ഉഗ്രമായ സ്ഫോടനത്തിൻ്റെ ശബ്ദം അവർ കേൾക്കുവാനിടയായി. ശബ്ദം കേട്ട ദിക്കിലേക്ക് അവർ ഞെട്ടി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇങ്ങനെ നിയമവിരുദ്ധമായി മീനെ പിടിക്കുന്ന കുറച്ചാളുകൾ ബോട്ടിൽ പാഞ്ഞു വരുന്നതും അവിടെ ഇവിടെയായി അവർ ബോംബിംഗ് നടത്തുന്നതുമായിരുന്നു. ശരിക്കും ആൻഡേഴ്സണിന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അദ്ദേഹത്തിന് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. തൻ്റെ സൈഡിൽ വെച്ചിരുന്ന റൈഫിൾ ഉയർത്തുകയും അവർക്ക് നേരെ ചൂണ്ടുകയും ചെയ്തു. എന്നിട്ട് ഉച്ചത്തിൽ അലറി, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നിർത്തണം, മര്യാദയ്ക്ക് ഇവിടെ നിന്നും മടങ്ങണം, ഇല്ലെങ്കിൽ ഇനിയും ശബ്ദിക്കാൻ പോകുന്നത് എൻ്റെ റൈഫിലായിരിക്കും. ആ നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന നാട്ടുകാർ ഒന്നും മിണ്ടിയില്ല. അവർ ആൻഡേഴ്സൺ നിൽക്കുന്ന അരികിലേക്ക് അവരുടെ ബോട്ട് കൊണ്ടുവന്നു, അടുപ്പിച്ചു. അതിൽ നിന്നും പുറത്തിറങ്ങി അവർ അയാളുടെ കാര്യങ്ങൾ പറഞ്ഞു. ആൻഡേഴ്സൺ നല്ലപോലെ തന്നെ അവരെ ശകാരിച്ചു. അവർ അതെല്ലാം കേട്ട് പോകുവാൻ തുടങ്ങിയപ്പോൾ ആൻഡേഴ്സൺ അവരോട് പറഞ്ഞു, നിൽക്കേ, എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കാനുണ്ട്. അതിൻ്റെ ഉത്തരവും എനിക്കറിയണം. ഈ പ്രദേശത്ത് മനുഷ്യനെ തിന്നുന്ന നരഭോജിയായ ഏതെങ്കിലും ഒരു പുലിയുണ്ടോ? അത് കേട്ടതും ആ ബോട്ടിലുള്ളവരും അതുപോലെ ആൻഡേഴ്സൻ്റെ കൂടെയുള്ള ആൻഡേഴ്സൻ്റെ മകനും ആൻഡേഴ്സൻ്റെ മകൻ്റെ കൂട്ടുകാരനും ഒന്ന് ഞെട്ടി ആൻഡേഴ്സണിനെ തന്നെ നോക്കി. അവർ പറഞ്ഞു, അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ പ്രദേശത്ത് നരഭോജിയായ ഒരു പുലിയുണ്ട്. എന്നാൽ അത് നരഭോജിയല്ല. നിങ്ങൾ തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നടന്ന സംഭവങ്ങളുടെ കഥകൾ വ്യക്തമായി തന്നെ അവർ ആൻഡേഴ്സണോട് വിവരിച്ചു. അതെങ്ങനെയാണ് മനുഷ്യനോട് പ്രതികാരം തീർക്കുന്ന ഒരു പുലിയായി മാറിയതെന്നും അതിനെന്താണ് സംഭവിച്ചതെന്നും അതെന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്നുമെല്ലാം ആളുകൾ വ്യക്തമായി തന്നെ ആൻഡേഴ്സണോട് പറഞ്ഞു. അത് കേട്ടതും ആൻഡേഴ്സൻ്റെ മകനും കൂട്ടുകാരനും കാര്യം മനസ്സിലായി. ആൻഡേഴ്സൺ രാത്രി കണ്ടത് ആ പുലിയെ തന്നെയാണ്. അത് തന്നെ കൊലപ്പെടുത്തുവാൻ വന്നതാണ്. ഇതുവരെയും ഗ്രാമത്തിലെ ഒരു മൃഗത്തെ പോലും അത് കൊലപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ പ്രതികാരം മനുഷ്യരോട് മാത്രമാണ്. അവിടുത്തെ ആളുകൾ പറഞ്ഞ ഈ കഥ കേട്ടപ്പോൾ ആൻഡേഴ്സണിന് ഒരു നിമിഷം ദുഃഖം തോന്നി. ആർക്ക് സംഭവിച്ചത് വളരെ ദൗർഭാഗ്യകരമായ ഒന്നാണ്. എന്നാൽ ഇതിനൊരു മറുവശവും ആൻഡേഴ്സൺ ചിന്തിച്ചു. പുലി അന്ന് തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ പ്രതികാരം തീർത്തതാണ്. എന്നാൽ ഈ പുലി ഒരു കൊലയാളി യന്ത്രമായി മാറിയിരിക്കുന്നു. അത് മനുഷ്യരെ കാണുമ്പോൾ ആരാണെന്ന് നോക്കാതെ എന്താണെന്ന് നോക്കാതെ കൊല്ലുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങളോട് സഹതാപമുള്ളവരും അതിൽ കാണും. എന്നാൽ ഇതൊന്നും അവൻ ചിന്തിക്കുന്നില്ല. അവക്ക് മനുഷ്യരോടെല്ലാം വെറുപ്പാണ്. അത് എല്ലാവരെയും കൊല്ലുകയാണ്. ഇതിനൊരു അറുതി വേണം. ഇനിയും കൊലപാതക പരമ്പരകൾ ഇനിയും ഉണ്ടാകും. വനത്തിലേക്ക് ആർക്കും പോകാൻ കഴിയാത്ത അവസ്ഥയാകും. അവളുടെ കണ്ണിൽ കാണുന്നവരെ എല്ലാം അവൾ ഉന്മൂലനാശനം ചെയ്യും. ഞങ്ങൾക്കും ഇത് അപകടമാണ്. അതിനാൽ തന്നെ ആ പാന്തറി ചാവേണ്ടത് അനിവാര്യമാണ്. ആൻഡേഴ്സൺ അതിനെ കൊല്ലാൻ തീരുമാനമെടുത്തു. അതോടെ തന്നെ ആ ബോട്ടിൽ വന്ന വേട്ടക്കാരോട് ഇവിടെ നിന്നും മടങ്ങിപ്പോകാനും ഇനി മേലാൽ ഈ ഭാഗത്തേക്ക് കാണരുതെന്നും വിലക്കുകയും ചെയ്തു. അതിനുശേഷം ആൻഡേഴ്സൺ തൻ്റെ കുട്ടികളോട് ഒരു പദ്ധതി പറഞ്ഞു. വൈകുന്നേരമാകുമ്പോഴേക്കും ആൻഡേഴ്സൻ്റെ മകനായ ഡൊണാൾഡ് ഒരു ദിശയിലേക്കും ആൻഡേഴ്സൺ മറ്റൊരു ദിശയിലേക്കും പോകും. അവർ രണ്ടും ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു വലിയ മരത്തിൻ്റെ മുകളിലേക്ക് ഡൊണാൾഡിൻ്റെ സുഹൃത്ത് കയറിയിരിക്കണം.
അതിനുശേഷം അവൻ അവരുടെ സാധനങ്ങളും ജീപ്പുമെല്ലാം അവിടെ നിന്നും നിരീക്ഷിക്കണം. കാരണം ഇവിടെ മുഴുവനും കള്ളന്മാരാണ്. വൈകുന്നേരമായപ്പോഴേക്കും തങ്ങളുടെ പദ്ധതി ആവിഷ്കരിച്ചു. ഡൊണാൾഡ് ഒരു ദിശയിലൂടെ നടന്നു. ഡൊണാൾഡോട് ശ്രദ്ധിച്ചു പോകുവാനും തൻ്റെ പിതാവ് ആൻഡേഴ്സൺ പറഞ്ഞു. ആൻഡേഴ്സൺ പോയത് ഒരു മാനിൻ്റെ ശബ്ദം കേട്ട ദിശയിലേക്കാണ്, കാടിൻ്റെ ഉള്ളിലേക്കാണ്. ആൻഡേഴ്സൺ തൻ്റെ റൈഫിലുമായി ശ്രദ്ധാപൂർവം ആ മാൻ്റെ ശബ്ദം കേട്ട ദിശയിലേക്ക് പതിയെ നടന്നു. അങ്ങനെ വനത്തിലൂടെ ശ്രദ്ധയോടെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇലകളും മറ്റും അനങ്ങുന്ന ഒരു ശബ്ദം ആൻഡേഴ്സൺ കേട്ടു. ആദ്യം കരുതിയത് രക്തദാഹിയായ പ്രതികാരദാഹിയായ പുലി ആയിരിക്കുമെന്നാണ്. തൻ്റെ റൈഫിൽ അവളോട്ട് ചൂണ്ടി ഒരു കൗണ്ടർ അറ്റാക്കിന് അദ്ദേഹം തയ്യാറെടുത്ത് നിൽക്കുന്ന സമയം ആ വലിയ കുറ്റിക്കാടിനുള്ളിൽ നിന്ന് പുറത്തു വന്നത് ഒരു കൊമ്പനാനയായിരുന്നു. അത് തൻ്റെ ചെവികൾ പിന്നോട്ട് വളച്ച് കാലുകൾ നിലത്തു കുത്തി അത് ചാർജ് ചെയ്യുവാൻ തുനിയുകയായിരുന്നു. അതായത് ആൻഡേഴ്സനെ ആക്രമിക്കുവാൻ തുനിയുകയായിരുന്നു. അതിനെ തുമ്പിക്കൈ ഉയർത്തി തലയൊന്ന് കുലുക്കി ആൻഡേഴ്സനെ രൂക്ഷമായി നോക്കി ചാർജ് ചെയ്യുവാൻ തുനിയുന്ന സമയം ആൻഡേഴ്സൺ തൻ്റെ തോക്കുയർത്തി അതിനെ തലയ്ക്ക് മുകളിലൂടെ ആകാശത്തേക്ക് വെടിയുതിർത്തു. കാരണം ആൻഡേഴ്സണിന് ആനയെ കൊല്ലുവാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണല്ലോ ആന. അതിൻ്റെ ഗർഭകാലം എന്നത് 2 വർഷത്തോളമാണ്. അതുകൊണ്ട് തന്നെ അത്ര വേഗം അതിന് പെറ്റുപെരുകുവാനും സാധിക്കില്ല. അതിനു പുറമേ ഇതൊരു ആളെ കൊല്ലിയായ ആനയുമല്ല. കാരണം ആൻഡേഴ്സൺ വേട്ടയാടുന്ന മൃഗങ്ങളെല്ലാം ഒന്നെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലുന്നതോ അല്ലെങ്കിൽ മനുഷ്യന് നാശം വിതയ്ക്കുന്നതുമായ മൃഗങ്ങളെയാണ്. സാധുവായ മൃഗങ്ങളെ അങ്ങനെ ആൻഡേഴ്സൺ കൊല്ലാറില്ല. തൻ്റെ റൈഫിലിൽ നിന്നും കേട്ട ഉഗ്രമായ സ്ഫോടന ശബ്ദം ആനയെ വിരളി പിടിപ്പിച്ചു. ഭയം അതിൻ്റെ ഉള്ളിൽ നിറച്ചു കാണണം. അവൻ വലത്തേക്ക് തിരിഞ്ഞ് ഒറ്റ ഓട്ടം കൂടി. പിന്നെ അവിടെ തിരിഞ്ഞു നോക്കാനോ ചിഹ്നം വിളിക്കുവാനോ നിന്നില്ല. ആന അവിടുന്ന് പോയ ശേഷം ആൻഡേഴ്സൺ വീണ്ടും തൻ്റെ യാത്ര തുടങ്ങി. പുലിയെ പറ്റിയുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമോ എന്നാണ് അദ്ദേഹം നോക്കിയത്. അതിൻ്റെ കാലടയാളങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കിട്ടുമോ എന്ന്. അദ്ദേഹം നടന്ന് ഒരു മലയിൽ നിന്നും മറ്റൊരു മല വരെയും പുലിയെ തിരക്കി അലഞ്ഞു നടന്നു. എന്നാൽ അദ്ദേഹത്തിന് യാതൊരു തെളിവുകളും ലഭിച്ചില്ല. സമയം 5 മണിയാകുന്നതോടെ അദ്ദേഹത്തിന് തിരികെ ക്യാമ്പിലേക്ക് എത്തണം. ഇരുട്ട് വീഴുന്നതിന് മുന്നേ തന്നെ തൻ്റെ തിരച്ചിൽ അവസാനിപ്പിച്ച് അദ്ദേഹം ക്യാമ്പ് ലക്ഷ്യമാക്കി നടന്നു. കാരണം 5 മണിയാകുമ്പോഴേക്കും ക്യാമ്പിൽ തിരിച്ചെത്താമെന്ന് തൻ്റെ മകനോട് അദ്ദേഹം വാക്കു പറഞ്ഞിരുന്നു. 5 മണിയായതോടെ ഡൊണാൾഡും ക്യാമ്പിലേക്കെത്തി, ആൻഡേഴ്സണും ക്യാമ്പിലേക്കെത്തി. മരത്തിൻ്റെ മുകളിലിരുന്ന ഡൊണാൾഡിൻ്റെ സുഹൃത്തും താഴേക്കിറങ്ങി ക്യാമ്പിലേക്കെത്തി. 3 പേരും 3 പേരുടെ അനുഭവങ്ങൾ അവിടെ ഷെയർ ചെയ്തു. അവർക്കൊന്നും വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ വീണ്ടും ടെൻറ്റിൻ്റെ മുന്നിൽ കുറച്ച് വിറക് കഷ്ണങ്ങളെല്ലാം കൂട്ടിയിട്ട് തീ കൊടുത്തു. അല്പസമയം അവരവിടെ ചുറ്റിനും ഇരിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അവർ അന്ന് പിടിച്ച മീനെയും അവർ കഴിച്ച് അത്താഴമെല്ലാം കഴിച്ച് തിരികെ അവരുടെ ടെൻറ്റിലേക്ക് മടങ്ങി ഉറങ്ങുവാൻ വേണ്ടി. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ ആൻഡേഴ്സൺ എല്ലാവരോടും പറഞ്ഞിരുന്നു, നിങ്ങൾ ജാഗരൂകരായിരിക്കുക എന്ന്. എന്നാൽ അന്നത്തെ രാത്രി ആൻഡേഴ്സണിന് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. പുലിയെ പറ്റിയുള്ള ചിന്തകൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. അങ്ങനെ ഉറങ്ങാതെ കടന്നു. കുറേ സമയം മുന്നിലേക്ക് കടന്നു പോയപ്പോൾ കുറച്ച് ഇലകളും കരിയിലകളും അനങ്ങുന്ന ശബ്ദം വ്യക്തമായി തന്നെ ആൻഡേഴ്സൺ കേട്ടു. ആൻഡേഴ്സൺ വീണ്ടും കാതോർത്തു, അത് സത്യമാണോ എന്ന് അറിയുവാൻ വേണ്ടി. വീണ്ടും അതേ ശബ്ദം അദ്ദേഹം കേട്ടു. തൻ്റെ കൈയെത്തി തൻ്റെ റൈഫിൾ കയ്യിലെടുത്തു. പതിയെ ആൻഡേഴ്സൺ തൻ്റെ ടെൻറ്റിൽ എഴുന്നേറ്റ് നിന്നു. പതിയെ പുറത്തേക്ക് നടന്നെത്തി. ആൻഡേഴ്സൻ്റെ മകനായ ഡൊണാൾഡ് കടന്നുറങ്ങുന്ന ടെൻറ്റിൻ്റെ അരികിൽ കുറച്ചു മാറി ഒരു നിബിഡമായ വനമുണ്ടായിരുന്നു. അവിടെ നിന്നും കുറച്ചു മാറി ഒരു കുറ്റിക്കാടും ഉണ്ടായിരുന്നു. ആൻഡേഴ്സൻ്റെ 6ാം ഇന്ദ്രിയം പറഞ്ഞത് പ്രകാരം അതിനുള്ളിൽ ഒരു പാന്തർ ഉണ്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ടോർച്ച് അവിടേക്ക് പ്രകാശിപ്പിക്കുവാൻ അദ്ദേഹം തുനിഞ്ഞില്ല. കാരണം ആൻഡേഴ്സൺ അവിടേക്ക് ടോർച്ച് പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അതിൽ പാന്തർ ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഓടിപ്പോകുവാൻ സാധ്യതയേറെയാണ്. അതൊഴിവാക്കണം. അതുകൊണ്ട് അദ്ദേഹം ടോർച്ച് അവിടേക്ക് പ്രകാശിപ്പിച്ചില്ല. ഒരവസരത്തിന് വേണ്ടി കെന്നറ്റ് ആൻഡേഴ്സൺ കാത്തിരുന്നു. കുറ്റിക്കാടിന് പുറത്തേക്ക് ആല് കടന്നു വരുമെന്ന് തന്നെയായിരുന്നു ആൻഡേഴ്സൺ പ്രതീക്ഷിച്ചത്. തൻ്റെ ടെൻറ്റിന് പുറത്ത് അദ്ദേഹം തൻ്റെ തോക്കുമായി അക്ഷമനായി കാത്തുനിന്നു. ഓരോ നിമിഷവും പതിയെ പതിയെ കടന്നുപോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആൻഡേഴ്സന് ഒരു അവസരം കൊടുക്കുന്നത് പോലെ തന്നെ കുറ്റിക്കാടിനുള്ളിൽ എവിടെയാണ് ആ പാന്തർ ഇരിക്കുന്നതെന്ന് അത് സ്വയമേ വെളിപ്പെടുത്തി. പിന്നെ കൂടുതൽ സമയം ആൻഡേഴ്സന് അതിന് ചെലവഴിക്കേണ്ടതായി വന്നില്ല. തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ടോർച്ച് അവിടേക്ക് പ്രകാശിപ്പിച്ചു. കുറ്റിക്കാടിന് പുറത്ത് ആ പാന്തർ ഇരിക്കുന്നത് വ്യക്തമായി തന്നെ ആൻഡേഴ്സൺ കണ്ടു. എല്ലാ നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ്. തൻ്റെ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ അതിൻ്റെ തിളങ്ങുന്ന 2 കണ്ണുകൾ വ്യക്തമായി ആൻഡേഴ്സൺ കണ്ടു.
അതിപ്പോൾ തൻ്റെ മകന് നേരെ കുതിച്ചു ചാടുവാൻ തുനിയുകയാണ്. ആൻഡേഴ്സൺ പിന്നെ സമയം പാഴാക്കിയില്ല. തൻ്റെ റൈഫിലെടുത്ത് തോളിലേക്ക് ഉയർത്തി വയ്ക്കുകയും കാഞ്ചിയിൽ വിരൽ അമർത്താൻ പോകുന്ന സമയം എവിടെ നിന്നോ ഒരു വെടിയൊച്ച ആൻഡേഴ്സൺ കേട്ടു. ശരിക്കും ഞെട്ടിപ്പോയി. ഒന്നിനു പുറകെ ഒന്നായി 2 വെടിയൊച്ചകൾ. അതിനുശേഷം ഡൊണാൾഡിൻ്റെ ക്യാമ്പിൽ നിന്നും ഒരു ശബ്ദവും. ഞാൻ അച്ഛനെ തോൽപ്പിച്ചു എന്നായിരുന്നു ക്യാമ്പിൽ നിന്നും ഡൊണാൾഡ് വിളിച്ചു പറഞ്ഞത്. വെടിയൊച്ചയും ഒച്ചപ്പാടുമെല്ലാം കേട്ട് ടെൻറ്റിൽ കടന്നുറങ്ങിയിരുന്ന ഡൊണാൾഡിൻ്റെ സുഹൃത്തും അപ്പോൾ എഴുന്നേറ്റിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ മനസ്സിൽ വിചാരിച്ചത് ഇതായിരിക്കാം: നായാടുന്നതിൽ തന്തേക്കാൾ കേമനാണ് മകൻ. അവനത് തെളിയിച്ചു. കാരണം ഡൊണാൾഡ് വളരെ ജാഗരൂകനായിരുന്നു. രാത്രിയിൽ പുലി തീർച്ചയായും വരുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. ആൻഡേഴ്സൺ അവിടേക്ക് എത്തിയപ്പോഴേക്കും പുലിയുടെ കണ്ണുകൾ അടയാൻ തുടങ്ങിയിരുന്നു. അതായത് അതിൻ്റെ ജീവൻ അവസാനിക്കുന്നു. അപ്പോഴേക്കും ഡൊണാൾഡിൻ്റെ സുഹൃത്തും അവിടേക്കെത്തി. അപ്പോഴുടെ ജീവൻ പോയിരുന്നു. ഇതിനുശേഷം ആൻഡേഴ്സൺ പറഞ്ഞത് ഇതാണ്: അതിനെ കൊന്നതിൽ തനിക്ക് അതിയായ വിഷമമുണ്ടായിരുന്നു. എന്നാൽ അതിനെ കൊല്ലാതിരിക്കുവാനും സാധിക്കില്ല. എനിക്ക് സംഭവിച്ചത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. എന്നാൽ അതൊരു കൊലയാളി യന്ത്രമായി മാറിക്കഴിഞ്ഞിരുന്നു. അത് മനുഷ്യനെ മുഴുവൻ കൊല്ലുകയായിരുന്നു. അതുകൊണ്ടാണ് അതിനെ കൊല്ലേണ്ടതായി വന്നത്. തലൈനോവയിലെ ഈ പുലി അതിൻ്റെ കുഞ്ഞുങ്ങളുടെ മരണത്തിന് പ്രതികാരം വീട്ടുകയായിരുന്നു. ആൻഡേഴ്സൻ്റെ മകനായ ഡൊണാൾഡ് കൊന്നിരിക്കുന്നു. ഈ വാർത്ത ഒരു തിരമാല പോലെ അവിടങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ അലയടിച്ചു. അവിടുത്തെ ആളുകൾക്ക് ധൈര്യവും സന്തോഷവും തിരികെ എത്തി. അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ മനുഷ്യരെ അതിക്രൂരമായി കൊല്ലാറുണ്ട്. അങ്ങനെ കൊല്ലുന്ന മൃഗങ്ങളെ പലരും പല കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്. അതിനിരയായി തീരുന്ന വീട്ടുകാർക്കും ആ നാട്ടുകാർക്കും അവിടെ താമസിക്കുന്നവർക്കും മാത്രമാണ് അതിൻ്റെ ഭയാനകത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൂരെ നിന്നും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അത് വെറും ഒരു വാർത്ത മാത്രമാണ്. അടുത്തിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇതിനൊരു ഉദാഹരണമാണ് എന്ന് പറഞ്ഞ് നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെയെല്ലാം കൊന്നുകളയണമെന്നല്ല പറയുന്നത്. മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചിയറിഞ്ഞ മൃഗങ്ങൾ, അത് പുലിയാകട്ടെ കടുവയാകട്ടെ, അതിനെ എത്ര ഉൾക്കാട്ടിൽ കൊണ്ടുവിട്ടാലും മനുഷ്യൻ്റെ സാന്നിധ്യം തേടി അത് വീണ്ടും മടങ്ങിയെത്തും. ഇങ്ങനെയുള്ള മൃഗങ്ങളെ വീണ്ടും വനത്തിലേക്ക് വിട്ടിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒന്നുകിൽ അതിനെ പിടികൂടി കാഴ്ച ബംഗ്ലാവുകളിൽ അടയ്ക്കുക, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.